أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 103-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം ഇപ്രകാരമാകുന്നു: സുലൈമാൻ്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾ അഥവാ രാജ്യദ്രോഹികൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ, അതായത് ഈ യഹൂദർ പിന്തുടർന്നിരിക്കുകയാണ്. സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല, എന്നാൽ പിശാചുക്കളാണ് അവിശ്വസിച്ചിരുന്നത്. അവർ ജനങ്ങൾക്ക് വഞ്ചനാകൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഈ യഹൂദരുടെ വാദപ്രകാരം ബാബിലോണിയയിലെ 2 മലക്കുകളായ ഹാറൂത്ത് മാറൂത്ത് എന്നിവർക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു. പക്ഷേ നിശ്ചയമായും ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ 2 പേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇവർ, അതായത് യഹൂദർ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ 2 പേരിൽ നിന്നും അവരുടെ ചരിത്ര സംഭവത്തിൽ നിന്നും പഠിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ഹാറൂത്തും മാറൂത്തും അള്ളാഹുവിന് അനുമതി കൂടാതെ അതുമൂലം ആർക്കും ഒരു ഉപദ്രവം ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇതിനെതിരായി തങ്ങൾക്ക് തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ ഈ യഹൂദികൾ പഠിപ്പിക്കുന്നത്. ഈ മാർഗം കൈക്കൊണ്ടിട്ടുള്ളവർക്ക് പരലോകത്ത് യാതൊരു അംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട്. എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതെത്ര നികൃഷ്ടം! അവർ ഇത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഇതിൻ്റെ 2ാമത്തെ അർത്ഥമായിട്ട് പറയുകയാണ്: ഇവരുടെ സാദൃശ്യം 2 വിഭാഗങ്ങളോടാണ്. അതായത് ഈ യഹൂദരുടെ സാദൃശ്യം ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ എതിരാളികളോടും ബാബിലോണിലെ എതിരാളികളോടും ആദ്യത്തെ കൂട്ടരുമായി അവർക്ക് യഥാർത്ഥത്തിൽ സാദൃശ്യമുണ്ട്, എന്നാൽ 2ാമത്തെ കൂട്ടരുമായി ചില സാദൃശ്യം മാത്രമേ ഉള്ളൂ. വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും. ഇതിലൂടെ പറയുന്നത് യഹൂദരുടെ ചിന്താഗതി എന്തെന്നാൽ, ബാബിലോണിൽ നിന്ന് പേർഷ്യയിലെയും മേദ്യയിലെയും രാജാവിൻ്റെ സഹായത്തോടെ സ്വതന്ത്രരായതുപോലെ ഇപ്പോഴും വിദേശ ഭരണകൂടങ്ങളുമായി രഹസ്യ നീക്കങ്ങൾ നടത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണത്തിൽ നിന്നും മോചനം നേടാമെന്ന് കരുതുന്നു. എന്നാൽ അത് സാധ്യമല്ല. ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും കാലത്ത് അവരുടെ വിജയം അവർ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് പ്രവർത്തിച്ചത് എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവർ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ എതിരാളികളെ പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാഫിർ എന്ന് വിളിക്കുന്നതും ഖുസ്രോവുമായി, അതായത് പേർഷ്യൻ ചക്രവർത്തിയുമായി രഹസ്യധാരണ ഉണ്ടാക്കുന്നതും ഖൈബറിൻ്റെ സമയത്ത് ചെയ്തതുപോലെ ബാഹ്യ ശത്രുക്കളുമായി ചേർന്ന് അവിടുത്തെ എതിർക്കുന്നതും അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്യില്ല. മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കുന്നതിന് പകരം ഈ യഹൂദർ സ്വയം നശിക്കുകയാണ് ചെയ്യുക. അതായത് ഇവിടെ അവരെക്കുറിച്ചൊരു പ്രവചനം നടത്തുകയും അവർക്ക് വിശദീകരണം നൽകുകയും ചെയ്തു. അവർ രഹസ്യ തന്ത്രങ്ങൾ ഉപയോഗിച്ച് 2 തവണ എതിർപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത്, അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനെ എതിർത്തു. 2, ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും കാലത്ത്, അപ്പോൾ ബാബിലോണിൽ സ്വാതന്ത്ര്യം നേടുന്നതിനാണ് ഖുസ്രോയുമായി രഹസ്യ ധാരണയുണ്ടാക്കിയത്. ഇപ്പോൾ അതിൻ്റെ ഫലങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏത് കൂട്ടരുമായാണ് സാദൃശ്യമുള്ളത് എന്ന്.
ഒരു പ്രവാചകനെ എതിരെ നടത്തിയ ആദ്യ ഗൂഢാലോചനയുടെ ഫലം ഇസ്രായേൽ മക്കളുടെ ശക്തി കുറയ്ക്കുകയും പതുക്കെ പതുക്കെ അവർ അങ്ങേയറ്റം നിന്ദ്യരാവുകയും ഒരു ഘട്ടത്തിൽ ബലമായി ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ 2 പ്രവാചകന്മാരുടെ കീഴിൽ അവർ ഇതേ തന്ത്രങ്ങൾ സ്വീകരിച്ചപ്പോൾ അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുകയും അവരുടെ ശത്രുക്കൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ 2 ഉദാഹരണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹു അറിയിച്ചു, ഈ സമയത്ത് യഹൂദർ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചവിട്ടി അതേ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നാട് കടത്തിയതുപോലെ ഈ യഹൂദരെയും നാട് കടത്തപ്പെടും. സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ ഇവരോടും പെരുമാറും. ഇത് അവർ കള്ളം പറയുന്നവരാണെന്നും ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ എതിരാളികളുമായി സാദൃശ്യമുള്ളവരായിരുന്നു എന്നതിനുമുള്ള തെളിവായിരിക്കും. അതനുസരിച്ച് യഹൂദരെ ആദ്യം മദീനയിൽ നിന്ന് നാട് കടത്തും, പിന്നെ ഖൈബറിൽ നിന്ന് പുറത്താക്കും. അവസാനം അവരുടെ ഇറാനിയൻ പദ്ധതികൾ കാരണം അവരെ അറബ് നാട്ടിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കും. അറബ് പ്രദേശം അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് ശുദ്ധമാകും. അവരുടെ ശ്രമങ്ങളുടെ ഫലം ഇതായിരിക്കും. കസ്രയും നശിച്ചു, അവരും അറബ് നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ടു. ആദ്യം അവർ മദീനയിൽ നിന്ന് പുറത്താക്കി, അവർ ഖൈബറിലേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. ഒടുവിൽ അവർക്ക് അറബ് രാജ്യം വിടേണ്ടി വന്നു. ഇതാത് സുലൈമാൻ അലൈഹി ഇസ്ലാമിനെതിരായ ഗൂഢാലോചനയുടെ ഫലത്തിന് തികച്ചും അനുരൂപമായിരുന്നു. വലഖദ് അലിമു ലമനിശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് എന്നതിൽ പറയുന്നത് എന്തെന്നാൽ, പ്രവാചകന്മാരെ എതിർക്കുകയും അത്തരത്തിലുള്ള നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് പരലോക ജീവിതത്തിലെ പ്രതിഫലങ്ങളിൽ നിന്ന് യാതൊരു പങ്കും ഇല്ല എന്ന് ഈ ആളുകൾ നന്നായി അറിയാം. എങ്കിലും അവർ ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്മാറുന്നില്ല. ഇതനുസരിച്ച് ഒരിക്കൽ 2 യഹൂദ പണ്ഡിതന്മാർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. തിരിച്ചു പോയപ്പോൾ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, അതായത് ഈ വന്ന യഹൂദ പണ്ഡിതന്മാരിൽ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, ഇദ്ദേഹത്തെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? അയാൾ പറഞ്ഞു, സത്യസന്ധനാണെന്ന് തോന്നുന്നു. രണ്ടാമൻ പറഞ്ഞു, എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, എങ്കിൽ എന്തു വേണം, ഇത് അംഗീകരിക്കണമോ? അയാൾ മറുപടി പറഞ്ഞു, ഉള്ളിൽ ജീവനുള്ളിടത്തോളം ഞാൻ അംഗീകരിക്കില്ല. രണ്ടാമൻ പറഞ്ഞു, എൻ്റെയും തീരുമാനം അത് തന്നെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാൽ, തെളിവുകളും മുൻ പ്രവചനങ്ങളും കാരണം ഈ ആളുകൾ തങ്ങളുടെ മനസ്സിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ വാക്കുകൊണ്ട് അവർ അത് അംഗീകരിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അവരുടെ കൂട്ടത്തിലെ പ്രധാനികളും ദുഷ്ടത ചെയ്യുന്നവരുമായ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. അത്തരത്തിലുള്ള പ്രവൃത്തികൾ നല്ല ഫലം നൽകില്ലെന്ന് അവർക്കറിയാമെങ്കിലും അവർ ആ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറുന്നില്ല. ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.